പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ വർഷത്തിൻ്റെ 2-ാം മാസവും നാം പിന്നിടുകയാണ്. കഴിഞ്ഞ 2 മാസം എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നിമിഷം വരെയും അത്ഭുതകരമായി, അതിശയകരമായി അതാതിടങ്ങളിൽ പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3-ാം സങ്കീർത്തനം 6-ാം വാക്യം. സാംസ് 3:6 നാം ഇപ്രകാരം വായിക്കുന്നു: എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിച്ച ഒരു സങ്കീർത്തനമാണ് 8 വാക്യങ്ങൾ അടങ്ങിയ ഈ 3-ാം സങ്കീർത്തനം. തുടങ്ങുന്ന 1-ാം വാക്യം തന്നെ: ദൈവമേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. തനിക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ശത്രുക്കളുടെ ആരവാരവം തന്നെ വല്ലാതെ അസഹ്യമാക്കുന്നു. ഓർക്കണം, ദാവീദ് ഇസ്രയേലിന്റെ 2-ാമത്തെ രാജാവാണ്. കൽപ്പന പുറപ്പെടുവിച്ചാൽ ദാവീദിന്റെ പട്ടാളക്കാർ അബ്ശാലോമിനെ ഉൾപ്പെടെ സകലരെയും തകർത്ത് തരിപ്പണമാക്കും. പക്ഷേ അബ്ശാലോം തന്റെ പ്രിയ മകനായി പോയി. അതുകൊണ്ട് ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ദാവീദ് അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. മകനെ തകർക്കുവാനോ കൊല്ലുവാനോ തോൽപ്പിക്കുവാനോ താൻ ഇറങ്ങാതെ, എന്നാൽ ഒരു രാജാവായിരിക്കെ താനും തോൽക്കുവാൻ കഴിയുകയുമില്ല. അങ്ങനെയുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ തൻ്റെ വേദന ദൈവത്തോട് പറയുകയാണ്. പ്രിയ ദൈവജനമേ, നാമും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കൂടെ കടന്നു പോകും. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ നാം ഒരിക്കലും നമ്മെ ചതിക്കുകയില്ല, വേദനിപ്പിക്കുകയില്ല, കുത്തുകയില്ല എന്ന് ചിന്തിച്ചവർ നാം അറിയാത്ത വിധത്തിൽ നമ്മെ വേദനിപ്പിക്കുമ്പോൾ, നമ്മളെ വല്ലാതെ നോവിക്കുമ്പോൾ നാം എന്തു ചെയ്യും? ദാവീദ് പറഞ്ഞത് തന്നെ നമുക്കും പറയാറുള്ളൂ: 1000 ശത്രുക്കൾ എനിക്ക് ചുറ്റും പാളയമിറങ്ങിയാലും ഞാൻ അവരെ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ വിളിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ പിൻപറ്റുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞ 2 മാസം അല്ലെങ്കിൽ ഈ ഫെബ്രുവരി മാസം ഒന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്. വേദനകൾ, നിരാശകൾ, അപ്രതീക്ഷിതമായ പരാജയങ്ങൾ, കുഞ്ഞുങ്ങൾ നേരിട്ടത്, പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നിട്ടില്ലേ? അവിടെയൊക്കെ നാം പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതി കർത്തവ്യത മൂഢരായി നിന്നിട്ടുമുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചു, ദൈവം നമ്മെ നടത്തി. ആ ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യാം. ദാവീദിനെ പോലെ നമുക്ക് ചുറ്റും എന്ത് പ്രശ്നം വന്നാലും ഭയപ്പെടാതെ, ഭാരപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദാവീദിന് നേരിട്ടതുപോലെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ നാം ഏറെ സ്നേഹിച്ചവരിൽ നിന്നോ നമ്മുടെ കൊളീഗ്സിൽ നിന്നോ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നാം ഒരു വിധത്തിലും ചിന്തിക്കാത്ത വിധത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടേക്കാം. ഇവയൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ധൈര്യമായിരിക്കട്ടെ, ശക്തിയായിരിക്കട്ടെ, പ്രചോദനമായിരിക്കട്ടെ. എനിക്ക് ചുറ്റും 1000 ആളുകൾ
ഏത് വലിയ സൈന്യമാണേലും ശക്തി കേന്ദ്രങ്ങളാണെങ്കിലും ഏതെല്ലാം വിധങ്ങളിലും പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അതെ, ഈ ഒരു ധൈര്യത്തോടെ ഈ മാസത്തോടെ നമുക്ക് വിട പറയാം. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ അതെങ്ങനെയായി തീരും, അതിന്റെ റിസൾട്ട് എന്താണ്, ഇതിന്റെ അന്തം എന്താണ്, ഇനി അവരെന്താണ് പറയാൻ പോകുന്നത്, ഞാനിനി എന്താണ് കേൾക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഭയത്തോടെ വേദനയോടെ വിഷമത്തോടെ ഈ 28-ാം തീയതി വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ച ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെ, ഈ വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് ദാവീദിന്റെ ഈ വാക്യം നമുക്ക് ഉച്ചത്തിൽ ആർത്തു പറയാം. എനിക്കെതിരെ 1000 സൈന്യങ്ങൾ, ശത്രുക്കൾ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്നെ തകർക്കുവാൻ തളർത്തുവാൻ കഴിയുകയില്ല. ഞാൻ അതിന്മേൽ ജയം നേടും. ഞാൻ അതിനെ നിശ്ചയമായും അതിജീവിക്കും, പുറത്തു വരും. അതിനുള്ള ആത്മശക്തി തമ്പുരാൻ എനിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരും, ഓരോ പ്രിയപ്പെട്ടവരും, ഓരോ ദൈവജനവും ദൈവത്തിൽ കൂടെയുള്ള ശക്തി പ്രാപിച്ച് നമുക്കെതിരായി വരുന്ന സകല തീയമ്പുകളെയും തകർത്തെറിഞ്ഞ് ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്നത്തെ ദിനം തമ്പുരാൻ സഹായിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ എന്തും ഏതുമായിക്കൊള്ളട്ടെ, അതുമേൽ തമ്പുരാൻ ജയം നൽകട്ടെ. ദാവീദിന്റെ ദീനരോധനം, ഒന്നും പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ, ഇത് ദൈവത്തിന് നിശ്ചയമായും തിരിച്ചറിയാം. നമ്മളും ഇങ്ങനെ എത്തിയ സന്ദർഭങ്ങളില്ലേ? ഒരുപക്ഷെ കടന്നു പോകുന്നവരില്ലേ? ഒരാളോട് പറയാൻ പറ്റാത്തത്, പറഞ്ഞാൽ വിശ്വസിക്കാത്തത്, ഒരുപക്ഷെ അവർ കേട്ടാൽ നമ്മെ മുഖത്തടിക്കുന്ന നിലയിൽ നമ്മെ ഒഴിവാക്കുന്നത് ഒക്കെ നാം കടന്നു പോയേക്കാം. എന്നാൽ അവിടെയൊക്കെ നമ്മളെ നിർത്തിയത്, ഇപ്പോൾ കരങ്ങളിൽ വഹിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ ഈ ഫെബ്രുവരി മാസത്തിന്റെ അവസാന ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ദിനം നിങ്ങൾ ഈ ലോകത്തിന്റെ 5 വൻകരയിൽ എവിടെയായിരുന്നാലും സർവശക്തനായ ദൈവം നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. നിങ്ങൾ നേരിടുന്ന ഏതുവിധ ശത്രുവിന്റെ പ്രതികൂല അവസ്ഥയെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ അതിനെ ജയിപ്പാൻ ഉയരത്തിലെ കൃപയും ശക്തിയും ബലവും സർവശക്തനായ ദൈവം ഓരോരുത്തരുടെ മേലും ചൊരിഞ്ഞ് ഈ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2025 2-ാം മാസത്തിന്റെ അവസാനത്തെ ദിനം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. അർഹിക്കാത്ത നന്മകൾ നൽകി 1 മാസം കൂടെ ഞങ്ങളെ കാത്തതിനായി സ്തുതിക്കുന്നു. പ്രതികൂലങ്ങൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ ദിനംതോറും ഞങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഞങ്ങൾ അവിടെ തോറ്റുപോകാതെ, ഞങ്ങൾ അവിടെ തകർന്നടിയാതെ, ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കൾ 1000 പാളയമിറങ്ങിയാലും ഞങ്ങൾ ഒരു വിധത്തിലും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമെന്ന് ദാവീദിന്റെ ദൃഢനിശ്ചയം പ്രഖ്യാപനം ഞങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ മാസത്തിന്റെ അവസാന ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ ദിനം വിടുതലിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ജയത്തിന്റെയും ദിനമാക്കണമേ. ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദിനമക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. എല്ലാ നന്മകളാലും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമുക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കാതെ വണ്ണം
നമുക്ക് ചുറ്റും പാളയമിറങ്ങുന്ന ആയിരം ശത്രുക്കൾ നമ്മെ ഒന്നും ചെയ്യാതെ വണ്ണം അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അമിതമായ ശക്തി നമ്മിൽ വ്യാപരിക്കട്ടെ. അപ്പോൾ നാം ഇവരെ ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ പോകുവാൻ കഴിയും. ഈ ദിവസം ആ നിലകളിൽ നമ്മുടെ സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച് വൈകുന്നേരം ഭവനങ്ങളിൽ മടങ്ങി വന്ന് കർത്താവിന് സ്തോത്രമർപ്പിക്കുന്ന ഒരു ധന്യദിനമായി തീരട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ലഭിച്ച ചിന്തകൾ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.